2, 1, start. Hey guys! നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? Ready, 1, 2, 3, start. Hey guys! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. Hey guys! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫുൾ വീഡിയോ എടുക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞങ്ങൾ ആരാണ്, എന്താണ്, എന്ത് ചെയ്യുന്നു, എന്തിന് വീഡിയോ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് എയ്ഡൻ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. സുബീന്ദ്ര കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്കെന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തോ പോലെ ഇങ്ങനെ ഞങ്ങൾ ഫോർമലായിട്ടെ അപ്പൊ എന്തോ പോലെ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒക്ടോബറിൽ 2024 ഒക്ടോബറൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫുൾ വീഡിയോസോ ഒന്നും ഞങ്ങൾ റെഗുലർ ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. ഇടുന്നത് ഡാൻസ് വീഡിയോസ് അല്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ ഷോർട്ട് വീഡിയോസ് പോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഞങ്ങൾ ഷെയർ ചെയ്യാറ്. ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ പോലും ഇട്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 ദിവസം ആയിട്ടുള്ളൂ. അതിലും കുറെ എന്ത് ടെൻഷൻ അടിച്ച് ഭണ്ടാരടങ്ങിട്ടൊക്കെയാണ് ഇട്ടത്. എങ്ങനെയാ നമ്മളിങ്ങനെ സംസാരിച്ചതിന്റെ ആൾക്കാർക്ക് ഇഷ്ടാവോ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഞങ്ങള് വ്ളോഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടേക്ക് വന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയത്, പാർക്കിൽ പോയത്, അങ്ങനെയൊക്കെയാണ് ഫുൾ വീഡിയോസ് ചുമ്മാ ഒരു രസത്തിന് എടുക്കും. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യമെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ പോസ്റ്റ് ചെയ്യാറേ ഇല്ല. ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമുക്കും ഇങ്ങനെയൊക്കെ എടുക്കണം, പോസ്റ്റ് ചെയ്യണം. പക്ഷെ അതുകൊണ്ട് ധൈര്യമില്ല ഗൈസ്, എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയാ. അതെ, ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ മുതലേ ഞങ്ങൾ പ്ലാൻ ചെയ്യണതായിരുന്നു നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് വ്ളോഗിങ് ഒക്കെ തുടങ്ങണം, നമുക്ക് ഒരുമിച്ച് കുറെ വീഡിയോസ് ഒക്കെ ഇടണം, കുറെ ട്രാവൽ ചെയ്യാൻ പോകും. ട്രാവലിന്റെ കാര്യമൊന്നും പറയാത്താണ് ഭേദം. കാരണം ഞങ്ങൾ അങ്ങനെ പോവാറില്ല. എന്നാലും ഞങ്ങൾ ഇനിയിപ്പോ ഞങ്ങള് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോ എന്തായാലും റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടണം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള കണ്ടന്റും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന വീഡിയോസ് മാത്രമേ ഇടുള്ളൂ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. വീഡിയോസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഇവിടുത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി. കാര്യം ഞങ്ങൾ ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യണേ. ഞങ്ങൾ ജർമ്മനിയിലാണ് ഉള്ളത്. ഒരു 1.5 വർഷത്തിന് മുകളിലായി ഞങ്ങളിപ്പോൾ ജർമ്മനിയിലാണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുകയാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലാണ്. ചിലർക്കെങ്കിലും അറിയായിരിക്കും, ബയോൺ സൗത്ത് സൈഡാണ് ജർമ്മനിയുടെ. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ചെഷ്യ, ചെക്ക് റിപ്പബ്ലിക് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് ബയോൺ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ന്യൂൺബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറെ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ബയോണിൽ. പക്ഷെ ഞങ്ങളെങ്ങും പോയിട്ടില്ല. പിന്നെ പോയ സ്ഥലങ്ങളാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുവോ അങ്ങനെ ഭയങ്കര എടുത്തതൊന്നും ഇട്ടിട്ടുമില്ല. സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് പൊതുവെ സംഭവിക്കാറ് കാര്യങ്ങൾ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് ഫുൾ വീഡിയോസ് ആയിട്ട് നിങ്ങളെ കാണിക്കും. ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല എന്തെങ്കിലും സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടോ സ്കൂളിലത്തെ കാര്യങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പഠിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഡാൻസ് വീഡിയോസ് മാത്രം ഇടുന്ന ടൈമിൽ പോലും ഞങ്ങൾക്ക് കുറച്ച് ഒത്തിരി ആൾക്കാരൊന്നും അല്ല, കുറച്ച് പേര് ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് ചോദിക്കലുണ്ടായിരുന്നു. നല്ല പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് എങ്ങനെ പാടാണോ. പിന്നെ ഒരു കുട്ടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ജർമ്മനിയിൽ ഇപ്പൊ ഹൗസ് ബിൽഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടല്ലോ, സീറ്റ് കിട്ടാൻ പാടാണോ, ജർമ്മനിയിൽ ഇപ്പൊ നഴ്സുമാരുടെ ആവശ്യം കുറവാണോ, അങ്ങനെ ഒരുപാട് ക്വയറീസ് ഞങ്ങൾക്ക് ആ ടൈമിൽ, ഒരുപാടെന്നല്ല എന്നാലും കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ കുറെ ആൾക്കാർക്ക് അതിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ട്, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്നല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതായത് നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ അവർ ചോദിക്കാറുണ്ട്, എടി അതെങ്ങനെ പറ്റണേ. അതായത് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് ഇയർ ഹൗസ് ബിൽഡിംഗ് ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഞങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ ട്രേഗർ മാറി, നമ്മുടെ എംപ്ലോയർ മാറി, നമ്മൾ നിൽക്കുന്ന സ്ഥലം മാറി, ടോട്ടലി ഞങ്ങൾ മാറി. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങളത് മാറി. അപ്പോൾ നമ്മുടെ ട്രേഗറും എല്ലാം ഞങ്ങൾ മാറി. അപ്പൊ അങ്ങനെ പറ്റിയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ചോദിക്കലുണ്ടായി ഞങ്ങൾ ആ സമയത്ത് മാറിയ സമയത്ത്. അറിയുണ്ടായില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല.
അപ്പൊ ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മാറണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് കമന്റ് ചെയ്യണം കേട്ടോ. അതെ, കാര്യം ഇപ്പൊ നമുക്കും സ്റ്റാർട്ടിങ്ങിൻ്റെതായ കുറെ ട്രബിൾ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്ങനെ സംസാരിക്കണം സംസാരിക്കുന്ന രീതി കറക്റ്റ് ആണോ, അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള രീതിയിലല്ല നമ്മൾ സാധാരണ ടോക്ക് ചെയ്യുമ്പോൾ വരിക. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് ഒന്നും അറിയാണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. എഡിറ്റിംഗിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ സൗണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. കാര്യം ഞങ്ങൾക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആകെ ഒരു സ്റ്റാൻഡ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്കൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ആ തിരക്കിലൊന്നും മേടിച്ചില്ല. പിന്നെ 1.5 വർഷം കഴിഞ്ഞല്ലോ ഗൈസ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്, ഇപ്പൊ ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ടൈപ്പ് വീഡിയോസോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ടൈപ്പ് സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ പറ്റുന്നത് മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് സമയം ശരിയാവണം, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ കാര്യം ദൂരെ ആവുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ നോക്കണം. പിന്നെ വർക്ക് ഷിഫ്റ്റ് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടണം എല്ലാം. ഇപ്പൊ ഏകദേശം ഓക്കെയാണ്, പക്ഷെ അതും കുറച്ച് നാളത്തേക്കേ അവിടെ ഉള്ളൂ. പിന്നെ സ്കൂള് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടാസ്ക് ആണ്, എപ്പോഴും എക്സാംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ വിശദീകരിക്കണില്ല ഈ വീഡിയോയിൽ. കാര്യം ഇതൊക്കെ നമ്മള് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പതിയെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. ഞങ്ങളെല്ലാം ഇടുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ അങ്ങനെയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ ആവശ്യമുള്ളവർക്കോ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.